കോടതി വിധി അംഗീകരിച്ചത് കോടതി വിധിയാണല്ലോ. ഞാൻ എന്നെ പോലെ അഭിഭാഷകത്തിൽ കോടതിയുടെ വിധി 100%. അതിന്റെ പ്രത്യേക ഒരു പോയിന്റ് ഇല്ല ഇതിൽ. പിന്നെ അദ്ദേഹത്തെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആള്, അതാണല്ലോ ഒന്നാം പ്രതി, അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയിരിക്കുന്നു. മറ്റു 2 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 8ാം പ്രതി, ഗൂഢാലോചനയാണല്ലോ 8ാം പ്രതിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം, ആ ആരോപണം തെളിയിക്കാൻ സാധിച്ചില്ല, വെറുതെ വിട്ടിരിക്കുന്നു. ആ കോടതി വിധി അതിനെ അതിൻ്റെതായ രീതിയിൽ ബാക്കിയുള്ള പിന്നെ തെളിവുകൾ പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ ഗൂഢാലോചന തെളിയിക്കാൻ തെളിവുകളുണ്ടെന്നും അതെല്ലാം മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നതാണെന്നൊക്കെയുള്ള ചില നരേഷനും അപ്ഡേഷനും ഒക്കെ ഞാനിപ്പോ ഇതിനോടകം കേട്ടു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്ന് പറയുന്ന തെളിവല്ല എന്ന് എത്രയോ തവണ നമ്മൾ തന്നെ സംസാരിച്ചു, ഈ ചാനൽ തന്നെ സംസാരിച്ചു. അതും തെളിവല്ല, അതൊക്കെ കേട്ടറിവുകളാണ്, അതൊക്കെ കണ്ട കാര്യം. കോടതിയിൽ ഇതെത്തുന്നതിനും ചെയ്യുന്നതിനും ആ പ്രോസസ്സിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് വിനോദ്, ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ ഗൂഢാലോചനയുടെ കാര്യം പറയുമ്പോൾ അതിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണോ ഏറ്റവും പ്രധാനം, അതോ അതിലൊരു സാഹചര്യ തെളിവുകൾ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണോ? ഇപ്പൊ നമ്മുടെ ഇന്ദിരാഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷണം കെഹാർ സിംഗ് എന്ന് പറയുന്ന ഒരു കേസാണ്. ആ കേസിൽ എന്തായിരുന്നു കെഹാർ സിംഗിനെതിരെയുള്ള ചാർജ് എന്നറിയാം. ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തണമെന്നുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു ഡയറി കെഹാർ സിംഗിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നതായിരുന്നു കെഹാർ സിംഗിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജ് പ്രകാരമാണ് കെഹാർ സിംഗിനെ ഗൂഢാലോചന കുറ്റത്തിലേക്ക്, കാരണം അദ്ദേഹത്തിന് ഈ വിവരം അറിയാമായിരുന്നു. അതായത് ഇന്ദിരാഗാന്ധി മരണപ്പെടാൻ പോകുന്നു എന്നുള്ള വിവരം കെഹാർ സിംഗിന് അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന രീതിയിലാണ് കെഹാർ സിംഗിന്റെ കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് എന്താണ് ഡിജിറ്റൽ തെളിവ്? പൾസർ സുനിയുടെ ഫോൺ ഇരുന്ന ലൊക്കേഷനിൽ ഈ നടനും ഉണ്ടായിരുന്നു. അതിനെന്താ പ്രശ്നം? ഇപ്പൊ എന്റെ ലൊക്കേഷനിൽ, ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറത്താണ്, ഈ ലൊക്കേഷനിൽ ആരെല്ലാം ഉണ്ട്? ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം എന്റെ ലൊക്കേഷനിലുണ്ട്. അദ്ദേഹം നാളെ ക്രൈമിൽപ്പെട്ട ഞാനും അത് ഗൂഢാലോചന നിങ്ങൾ പറയാൻ സാധിക്കും. ഇതൊക്കെയാണ് ഞാൻ കേട്ടത്. ഞാൻ ആ കേസിന്റെ രേഖകൾ പരിശോധിച്ച ആളല്ല. പിന്നെന്താണ് തെളിവ്? ഇദ്ദേഹത്തെ ഫോൺ ചെയ്തു എന്നുള്ളത്. ഫോൺ ചെയ്ത എന്താ പ്രശ്നം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എന്നോട് ചോദിക്കുന്ന അങ്ങ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങയുടെ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു. ആ സുഹൃത്ത് കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു. അത് നിങ്ങളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതാണ് പ്രശ്നം. ഇത് ചുമ്മാ ഈ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. കോടതിയിൽ ആ സംഭവം എത്തിയിട്ടുണ്ടോ? ഇല്ല. അത് തെളിവ്. ഒരാളെ ശിക്ഷിക്കുകയാണ്, ഒരാളെ, അത് ഞാൻ നടനോ നടിയെന്നോ, ഒരു വ്യക്തിയെ ശിക്ഷിച്ച് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഹനിച്ച് ജയിലിലാക്കുക. അപ്പൊ ആ ശിക്ഷയിലേക്ക് എത്തുന്നതിന് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് മറികടക്കാതെ നമുക്ക് ഇമോഷൻസ്, ഒരു കാര്യം പറയാം, ഇമോഷൻസിന് കോടതിയിൽ യാതൊരു പ്രസക്തിയുമില്ല. അത് പൊതുസമൂഹം മനസ്സിലാക്കണം. അങ്ങനെ ഇമോഷൻസിന് പ്രസക്തി ഉണ്ടെങ്കിൽ എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാം. നമുക്ക് കോടതി പോയി കരഞ്ഞാൽ പോരെ, നമുക്ക് കോടതിയിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞാൽ പോരെ? ഒരു നിരപരാധി കൂട്ടിയിരിക്കും, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ കൂട്ടി നിൽക്കണം, ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ആ വ്യക്തിമായിട്ടുള്ള വ്യക്തി കൂട്ടി നിന്ന് കരയുന്നു. കരച്ചിൽ കണ്ട് ജഡ്ജി ശിക്ഷിക്കുകയാണെ നമ്മുടെ പ്രിയപ്പെട്ടവർ ജയിലിൽ കിടക്കൂലേ? അപ്പൊ ഇത് ഒരു ആ പ്രോസസ്സിൽ പൂർണ്ണമായ പരാജയം. ഇനി അടുത്തൊറ്റ ചോദ്യം അങ്ങ് ചോദിച്ചാൽ കൃത്യമായി പറയാം. അത് പരാജയപ്പെട്ടത് തെളിവുണ്ടായിട്ട്, അതായത് ഗൂഢാലോചന തെളിയിക്കാൻ തെളിവുകളുണ്ട്, ആ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂട്ടർ പരാജയപ്പെട്ടതാണോ? പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന പോലീസ് സംവിധാനം പരാജയപ്പെട്ടതാണോ? അതല്ല ഇപ്രകാരം ഗൂഢാലോചന ചെയ്തതിന് യാതൊരു തെളിവുകളും ഇല്ലാതിരുന്നതാണോ? ഇത് 2 ചോദ്യമാണ് ഉയർന്നു വരേണ്ടത്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു, ഗൂഢാലോചന നടന്നിട്ടുണ്ട്, തെളിവുകളുണ്ട്. പക്ഷെ തെളിവുകൾ വേണ്ട രീതിയിൽ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസും പ്രോസിക്യൂട്ടർ അഭിഭാഷകരും ചേരുന്ന പ്രോസിക്യൂഷന് കഴിയാതിരുന്നതാണോ? ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. ഈ 2 വിഷയമാണ്. അത് ആ വിധിന്യായത്തിൽ കൃത്യമായി എഴുതും. ആ വിധി പഠിച്ചിട്ട് മാത്രമേ വിഷയം പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യമാണ് ഞാൻ പറയാൻ കേട്ടോ, അത് സാധാരണ ജനങ്ങൾ കേൾക്കുന്നത്, ഒരു കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ ഒരു ജഡ്ജി വിധി പറയുമ്പോൾ ആ വിധിയിൽ എഴുതി വെക്കുന്നത് അക്യൂസ് ഈസ് ആൻ ഇന്നസെന്റ് എന്ന് എഴുതത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ പ്രതി നിരപരാധിയാണ് എന്ന് ഒരു വിധിന്യായത്തിലും ക്രിമിനൽ കേസിൽ എഴുതത്തില്ല ജഡ്ജി എഴുതുന്നത് എന്താ അറിയാമോ? പ്രോസിക്യൂഷൻ ഫെയിൽഡ് ടു പ്രൂവ് ദ കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന് എഴുതും. അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, ആ പരാജയപ്പെട്ടതുകൊണ്ട് ഈ പ്രതിയെ വെറുതെ വിടുന്നു എന്ന് മാത്രമേ എഴുതുള്ളൂ. അല്ലാതെ ഒരു പ്രതി ഇയാൾ നിരപരാധിയാണെന്നും ഇയാൾ സത്യസന്ധനാണെന്നും ഇയാൾ നിർമ്മലനാണെന്നും അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്ന് ഒരു കോടതിയും പറയില്ല. കാരണം അതിൽ എഴുതുന്നത്, കാരണം നമുക്കറിയാം ചില കേസിൽ കണ്ടിട്ടില്ലേ,
കുറ്റം ചെയ്ത് 100% യാഥാർത്ഥ്യം. പക്ഷേ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവില്ലെങ്കിൽ വെറുതെ വിട്ടേ പറ്റുള്ളൂ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ ക്രിമിനൽ കോടതിയിലും ഈ പ്രോസസ്സാണ്. അപ്പൊ ഇവിടെ ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമേ ഈ പോയിന്റിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവർക്ക് മേൽക്കോടതിയിൽ പോകാനുള്ള ഒരു അവസരമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം സർക്കാരാണല്ലോ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ഈ നിയമ പോരാട്ടത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല. കാരണം ഇതിലെ വാദി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ക്രിമിനൽ കേസിൽ എപ്പോഴും വാദി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. സ്റ്റേറ്റ് ഓഫ് കേരളയെ സഹായിക്കുന്ന, മൊഴി കൊടുക്കുന്ന വിക്ടിം എന്ന് പറയുന്ന അതിലെ സാക്ഷി മാത്രം. ഈ വിധി വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം സർക്കാരിന്. അതായത് ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം, ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകാം. നിങ്ങളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യണം, ഞങ്ങളുടെ ഈ കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ ആർക്ക് പോകാം? വെറുതെ വിട്ട പ്രതികൾക്ക് പോകാം. അതുപോലെ വെറുതെ വിട്ട പ്രതികൾക്കെതിരെ സ്റ്റേറ്റിന് വാദിയായി ഈ ജഡ്ജിമെതിരെ ഹൈക്കോടതിയിൽ അങ്ങനെയും പോകാം. അപ്പൊ 2 അപ്പീലും കോടതിയിൽ വരും. തീർച്ചയായിട്ടും അതിൽ ദിലീപിനെ കക്ഷി ചേർക്കും. പക്ഷെ ദിലീപ് അതിൽ റിമാൻഡ് അങ്ങനെയല്ല, അത് വേറെ. അവിടെ ഈ ട്രയലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വിചാരണയോ സാക്ഷി വിസ്താരോ ഒന്നുമില്ല. ഇപ്പം വിചാരണ കഴിഞ്ഞ ഡോക്യുമെന്റ്സുകളും സാക്ഷിമൊഴികളും വെച്ചുള്ള ഹിയറിംഗ് പ്രോസസ്സ് മാത്രമേ ഹൈക്കോടതിയിലുള്ളൂ. അത് നമ്മളുടെ ഈ പറയുന്ന പോലെയുള്ള ഒരു സാക്ഷികളെല്ലാം വിളിച്ചുള്ള ആ പ്രോസസ്സ് കഴിഞ്ഞു. അതായത് ഒരു കേസിന്റെ, ഞാനൊരു കാര്യം, നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഫൗണ്ടേഷനാണ്, കല്ലിടുക എന്നുള്ളതാണ്. കല്ലിന്റെ മുകളിലാണ് ഇത് പണിയുന്നത്. അപ്പൊ ഈ കേസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വിചാരണ കോടതി. ആ വിചാരണ കോടതിയിലാണ് സാക്ഷികൾ വരുന്നത്, ആ വിചാരണ കോടതിയിലാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരുന്നത്, അവിടെയാണ് ഇത് ശരിയും തെറ്റും നോക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിലുള്ള ആ കോടതിയിലെ ഡോക്യുമെന്റ്സുകൾ വെച്ചുള്ള വാദപ്രതിവാദങ്ങൾ മാത്രമേ ഹൈക്കോടതിയിലുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ഒരു ബോധ്യം ഇതാണ്, അത് മാറിപ്പോകാം. ഈ കേസിൽ ദിലീപിന് എതിരെ ഇനിയും ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടും വലിയ സാധ്യതയില്ലാന്ന് തന്നെയാണ് ഗൂഢാലോചന വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.